ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ ഇന്ന് നവദുർഗമാരിൽ രണ്ടാമത്തെ ഭാവമാണ് ഇന്ന് നമ്മൾ ആരാധിക്കുന്നത്, ബ്രഹ്മചാരിണി. അപ്പോൾ വെള്ള വസ്ത്രം ധരിച്ച് കമണ്ടല് പിടിച്ച് രുദ്രാക്ഷമാല അണിഞ്ഞ്, അതാണ് ഇന്നത്തെ ദേവിയുടെ രൂപം. ഇന്ന് നമ്മൾ ആരാധിക്കുന്നത് ആ ഒരു രൂപത്തിലാണ്, ആ ഭാവത്തിലാണ് നമ്മൾ ദേവിയെ ആരാധിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രാർത്ഥനകൾക്ക് അത്രയധികം ശക്തിയുണ്ട്. ദേവി തപസ് ചെയ്ത് ഒരുപാട് ദേവിയുടെ ഒരുപാട് ശക്തികൾ കൂട്ടി എന്നുള്ളതാണ് ഇന്ന് ബ്രഹ്മചാരിണി ഭാവത്തിൽ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്ക് കിട്ടുന്ന മെസ്സേജും നമ്മളുടെ ശക്തി കൂട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഡിവൈൻ പവർ വേണമെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ കഷ്ടപ്പെടണം, നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. കാരണം ദേവി കൂവള ഇല മാത്രം ഭക്ഷിച്ചാണ് തപസ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല പിന്നെ പിന്നെ അത് ആ ഇലയും ഭക്ഷിക്കാതെ ഒന്നും ആഹാരം ഒന്നും കഴിക്കാതെയാണ് ദേവി തപസ് ചെയ്തതെന്നാണ് കഥയിൽ പറയുന്നത്. അത് അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ്. മൂൺ കാർഡാണ്. ഇതും സൈക്കിക് എബിലിറ്റിയുടെ കാർഡാണ്. നിങ്ങളുടെ ഇൻഡ്യൂഷനെ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കാനാണ് പറയണത്. നിങ്ങൾ അവിശ്വസിക്കാതിരിക്കുക. നമുക്ക് തോന്നുന്ന കാര്യങ്ങളിൽ നമ്മൾ മറ്റുള്ളവർ പറയുന്നതിലുപരി നമുക്ക് എന്താണോ തോന്നുന്നത്, അപ്പോൾ അങ്ങനെ ആ കാര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കാൻ പറയുന്നുണ്ട്. ഈ യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സൈൻ, ആ ഒരു അടയാളങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ മെസ്സേജസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ഒരു ആവശ്യമില്ലാത്ത ഒരു വിഷമമൊക്കെ വന്നേക്കാം. ചിലപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. നിങ്ങളുടെ ഭയത്തെ നിങ്ങൾ ദൂരീകരിക്കുക, ഭയം വിട്ട് കളയുക. എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമോ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു കാര്യം വരുമോ, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവർക്ക്, എൻ്റെ ഹസ്ബൻഡിനോ എൻ്റെ വൈഫിനോ കുട്ടികൾക്കോ ഒക്കെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമോ എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയൊന്നും അല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുക. സ്വയം ഇപ്പം നമ്മൾ പോസിറ്റീവായിരുന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് കളയാൻ പറ്റുള്ളൂ. നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ സ്പിരിച്വൽ വർക്ക് ചെയ്യുക. ചെയ്താൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന കാര്യങ്ങൾ, നിങ്ങൾ അയക്കുന്ന കുറേ മെസ്സേജസ് ഉണ്ട്. എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതാണ് കൂടുതൽ അങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ. കാരണം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, എല്ലാ ദിവസവും പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണം, നിങ്ങൾ അങ്ങനെ ചെയ്യണം. എനിക്ക് തോന്നുന്നു അതെൻ്റെ ഒരു ഡ്യൂട്ടി ആയിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ആൾക്കാർക്ക് തോന്നുമായിരിക്കും ഇതൊരു ആവർത്തന വിരസത പോലെ എല്ലാ ദിവസവും ഇത് തന്നെ പറയുന്നുണ്ടല്ലോ എന്ന്. അപ്പം ഞാൻ ഓരോ കാർഡ് എടുക്കുമ്പോഴും അതിനകത്ത് കിട്ടുന്ന മെസ്സേജ് ഇതുകൂടി ഉണ്ടായിരിക്കാം. നിങ്ങൾ സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മൾ എവിടെയെങ്കിലും എത്തുള്ളൂ. അത് നമ്മളുടെ ഈ ഒരു ലൗകിക ജീവിതത്തിലായാലും അല്ല സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലായാലും നമ്മൾ എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ആകാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ കുറേ വർഷം, ഒരു 20 വർഷത്തിന് മേലെയായിട്ട് ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കറിഞ്ഞുകൂടാ അതെങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നതെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. അതെങ്ങനെയോ വന്നു, ഞാൻ തുടങ്ങി. തുടങ്ങിയ സമയത്ത് തന്നെ ഇതെനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എന്നൊരു ചിന്തയാണ് എനിക്ക് വന്നിട്ടുള്ളത്. ആ ഒരു 20 വർഷം, കുറഞ്ഞത് 20 വർഷമായിരിക്കും, 20 വർഷത്തിന് മുകളിലായിട്ടുണ്ടായിരിക്കാം, 10-25 വർഷം ആയിട്ടുണ്ടായിരിക്കാം ഞാൻ ലളിതാ സഹസ്രനാമം തുടങ്ങിയത്. എനിക്ക് അറിഞ്ഞൂടാ, അത്രയും സമയമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ പറ്റുമെന്നുള്ളവർ, നിങ്ങൾക്കതിൽ വിശ്വാസമുള്ളവർ, നിങ്ങൾക്ക് ഈ വിശ്വാസത്തിൽ പറ്റുമെന്നുള്ള ആൾക്കാർ നിങ്ങളൊന്ന് ലളിതാ സഹസ്രനാമം ചൊല്ലാൻ ശ്രമിക്കുക.
നമ്മളുടെ പാത ദേവി തെളിയിച്ച് തരും എന്നുള്ളതാണ് എൻ്റെ അനുഭവമാണ് കേട്ടോ. അത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇതിൽ എല്ലാ മതവിശ്വാസികളും എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്, എൻ്റെ ഫോളോവേഴ്സാണ്. ഞാൻ പറയുന്നത് എല്ലാം അവർ കേൾക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ്, ഇതാണ് എനിക്ക് പറയാൻ പറ്റുന്നത്, അതുകൊണ്ട് പറയുന്നതാണ്. ഇതൊരു ഒന്നിനെയും പ്രൊമോട്ട് ചെയ്യുന്നതല്ല, പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നതാണ്. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് ദേവിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ഈ ലളിതാ സഹസ്രനാമം ചൊല്ലി ചൊല്ലി എനിക്ക് വാക്കുകൾ വന്നോളും സംസാരിക്കാൻ. എനിക്ക് അങ്ങനെയാണ്. പിന്നെ കുറച്ച് നാൾ ചൊല്ലിയപ്പോൾ തന്നെ എനിക്കതങ്ങ് കാണാതെ ഞാൻ പഠിച്ചിട്ടുണ്ട്. കാരണം വേറെ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എല്ലാം ഞാൻ മറന്നുപോകും. ഞാൻ പെട്ടെന്ന് മറന്നു പോകുന്ന ഒരാളാണ്. പക്ഷെ ലളിതാ സഹസ്രനാമം മാത്രം ഞാൻ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് കാണാതെ എങ്ങനെയോ അത് എനിക്ക് കാണാതെ ചൊല്ലാൻ പറ്റി. അപ്പോൾ നമ്മൾ ഒരു എഫേർട്ട് ഇടാതെ ഒരിക്കലും ഇങ്ങോട്ട് ദൈവം ഒരു കാര്യം തരും എന്ന് വിശ്വസിക്കരുത്. എൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ലാതിരുന്ന ഒരു കാര്യമാണ്. എൻ്റെ സൗണ്ട് എനിക്ക് ഇഷ്ടമേ ഇല്ലായിരുന്നു. എല്ലാവരും അയ്യോ ഇതെന്ത് സൗണ്ട് എന്നൊക്കെ ചോദിക്കുമായിരുന്നു ചെറിയ പ്രായത്തിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് എൻ്റെ സൗണ്ട് അങ്ങനെ എല്ലാവരും അങ്ങനെ പറയുമ്പോൾ. പക്ഷേ ഇപ്പോൾ എല്ലാവരും പറയുന്നത് എൻ്റെ സൗണ്ട് നല്ലതാണ്, ഒരു ഹീലിംഗ് പ്രോപ്പർട്ടി അതിനകത്തുണ്ട് എന്ന് പറയുന്നു. കുറേയധികം ആൾക്കാർ പറയുന്നുണ്ട് ഒരു വേറൊരു സൗണ്ടാണ് ഹീലിംഗ്, അത് കേൾക്കുമ്പോൾ ഹീലാകുന്നു എന്നൊക്കെ പറയുമ്പം അതൊക്കെ എനിക്ക് ദേവി തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും കൂടുതൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ സമർപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ദേവിയിൽ. അപ്പം ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ദേവിയുടെ ഒരു കരുണ മാത്രമാണ്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു നവരാത്രി ആവുകൊണ്ട് എനിക്ക് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞതാണേ. അപ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല പുസ്തകങ്ങൾ വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കുക. എനിക്ക് ആകെയുള്ളൊരു ഗുണം എന്ന് പറയുന്നത് ഞാൻ പുസ്തകങ്ങൾ വായിക്കും എന്നുള്ളതാണ്. വളരെ ചെറുതിലേ എനിക്ക് അക്ഷരം ഞാൻ അക്ഷരം കൂട്ടി വായിക്കാൻ തുടങ്ങിയ സമയത്തെ എനിക്ക് പുസ്തകങ്ങളോട് ഭയങ്കര ഒരു ഇതാണ്. ഞാൻ പഠിക്കാൻ ഒട്ടും തന്നെ ഒരു ബിലോ ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. പഠിക്കാനൊന്നും ഒട്ടും എഫേർട്ട് എടുക്കാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം പുസ്തകം വായിക്കുന്നതായിരുന്നു. അപ്പോൾ കുറേയധികം പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാം മറന്നു കേട്ടോ. ഇപ്പം വായിച്ച പുസ്തകങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പണ്ട് ആനന്ദിൻ്റെ പുസ്തകങ്ങൾ ഒരു ഹരമായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ കുറേ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പുസ്തകം വായിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പുസ്തകം വായന അത് നിങ്ങളെ വേറൊരു തലത്തിലെത്തിക്കും. അത് ഞാനാണ് ഉദാഹരണം. അയ്യോ ഇത് ഈ സമയത്തങ്ങ് പറഞ്ഞതാണേ, സോറി. അപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. കാരണം നിങ്ങൾക്കെല്ലാം ശരിക്കും ഈ ഒരു ഗൈഡൻസ്, ഒരു ബ്ലെസ്സിങ്സ്, നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾ വിശ്വസിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇൻഡ്യൂഷനിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് തരുന്ന ആ ഒരു പ്രപഞ്ചം തരുന്ന നിങ്ങളുടെ ആ ഒരു സൈൻ ഉണ്ടല്ലോ, നിമിത്തങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുക. ഹൈ പ്രീസ്റ്റസിന്റെ എനർജിയാണ് വീണ്ടും വന്നിട്ടുള്ളത്. അപ്പോൾ അതും മൂൺ കാർഡും വന്നിട്ടുണ്ട്, ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ട്. മെഡിറ്റേറ്റ് ആൻഡ് ടേൺ ഇൻവേർഡ് ടു ഡിസ്കവർ യുവർ സോൾസ് ട്രൂ ഡിസയർ ആണ്. അപ്പം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ സോളിൻ്റെ യഥാർത്ഥത്തിലുള്ള ആഗ്രഹം എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കാനാണ് ഇന്നത്തെ ദിവസം പറയുന്നത്. കാരണം ഈ ഒരു സമയം പ്രാർത്ഥനകളുടെ പ്രാധാന്യമാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടണത്. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട സമയമല്ല, പക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യേണ്ട സമയമാണെന്നാണ് പറയണത്. മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങളുടെ ഇൻഡ്യൂട്ടീവായിട്ടുള്ള ഗിഫ്റ്റുകൾ നിങ്ങൾ അത് ഒന്ന് വർദ്ധിപ്പിക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു സമയം ദൈവം തരുന്ന അനുഗ്രഹങ്ങളിൽ വിശ്വസിക്കുക, അതിൽ അവിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയം. പലപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഇത്രയധികം അനുഗ്രഹങ്ങൾ നമുക്ക് വരാൻ പോണോ. നിങ്ങൾ പലപ്പോഴും മനസ്സിൽ വിചാരിക്കുമായിരിക്കും എനിക്ക് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ കിട്ടാൻ പോകുന്നു എന്ന് വിചാരിച്ചാൽ ആ സെയിം ടൈം നിങ്ങൾ വിചാരിക്കും ഇതൊന്നും എനിക്ക് കിട്ടാൻ പോണില്ല എന്നൊക്കെ ചിന്തിക്കും. ഇതിൽ 7 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങൾ ആൾറെഡി കുറേ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. ഇനി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വെയിറ്റ് ചെയ്യുക, അത് സംഭവിച്ചോളും.
അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങൾ ചിലപ്പോൾ എക്സാം എഴുതിയിട്ടിരിക്കുന്നതായിരിക്കാം. ചിലപ്പോൾ ചില റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഇപ്പോൾ ഇനി ഒന്നും ചെയ്യേണ്ടെന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുന്നതായിരിക്കാം. നിങ്ങൾ ഇപ്പം ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് എല്ലാ കാര്യവും, അത് ഏത് തരത്തിലായാലും, റിലേഷൻഷിപ്പിലായാലും അല്ലാതെ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യത്തിലായാലും, നിങ്ങൾ ജോലി സ്ഥലത്ത് ചെയ്യുന്ന നിങ്ങളുടെ എഫേർട്ടായാലും എന്തായാലും നിങ്ങൾ ആൾറെഡി അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്കത് വളരെയധികം ഫ്രൂട്ട് തരും എന്നാണ് കാണുന്നത്. ചില ആൾക്കാർക്ക് ആവശ്യമില്ലാത്ത ഒരു വിഷമോ ഒക്കെ ഉണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. നോക്കാം, ജസ്റ്റിസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ജസ്റ്റിസ് കിട്ടുമെന്നാണ് ഇന്നത്തെ ദിവസം ഗൈഡൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ഒന്നിനെ കുറിച്ചും ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്ത് നിങ്ങൾ വറീഡ് ആകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കർമ്മഫലമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോണത്. അപ്പം നമ്മൾ നല്ല കർമ്മമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു കർമ്മഫലം നിങ്ങൾക്ക് കിട്ടുന്നത് തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ട നീതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റാൻഡ് ചെയ്യാനാണ്. നിങ്ങളത് ഉപേക്ഷിച്ച് കളയേണ്ട ആവശ്യമില്ല. ഇപ്പം ചില ആൾക്കാർ ചില കാര്യങ്ങൾ അങ്ങ് വിട്ട് കളയും, പോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് വിട്ട് കളഞ്ഞാലും അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ്. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തും എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇതിൽ കുറേ ആൾക്കാരും നീതിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാകട്ടെ, നിങ്ങൾക്ക് ചിലപ്പം വേറെ ഏത് കാര്യത്തിലായാലും നിങ്ങൾ നീതിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. നീതികേട് മറ്റുള്ളവർ കാണിച്ചിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ അതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് ഇതുവരെയും കിട്ടാതെ കാത്തിരുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത്. ഏസ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങൾക്കൊരു വളരെ സന്തോഷകരമായ ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ് ഇന്നത്തെ ദിവസം കിട്ടും എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾക്ക് പോകാം, അല്ലെങ്കിൽ ഒരു നല്ല സൗഹൃദം ഇന്നത്തെ ദിവസം ഉണ്ടാകാം. നിങ്ങളുടെ ഇതിലും സൈക്കിക് എബിലിറ്റിയാണ് പറയുന്നത്. ഏസ് ഓഫ് കപ്പ് എന്ന് പറയുന്നത് സൈക്കിക് എബിലിറ്റിയുടെ കാർഡാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ഗിഫ്റ്റ്, ദൈവം തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയം കൂടി ആയിരിക്കും ഇത്. നിങ്ങൾക്ക് സ്പിരിച്വൽ ഇൻസൈറ്റ്സ് വരുന്നു എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാരിൽ നിന്ന് ഒരു ലവ് ലെറ്റർ, പ്രതീക്ഷിക്കാത്ത ഒരു ലവ് ലെറ്റർ നിങ്ങൾക്ക് വന്നേക്കാം. ഒരു പുതിയ വീട്ടിലേക്ക് നിങ്ങൾ താമസം മാറുന്ന ഒരു എനർജി ഉണ്ട്, അല്ലെങ്കിൽ ഒരു വീടോ വാഹനമോ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. 8 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങളിപ്പോൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ വശങ്ങളും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, അത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്നൊരു പ്രോജക്റ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വളരെ ചെറിയ വശങ്ങൾ പോലും നിങ്ങളൊന്ന് വീണ്ടും ഒന്ന് അറിയാവുന്ന, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ചത് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർ ഇന്ന് പുതിയതായിട്ട് സ്കൂളിലോ കോളേജിലോ ഇന്ന് എന്തോ ഒരു കാര്യം തുടങ്ങുന്ന ഒരു എനർജി ഉണ്ട്. നിങ്ങൾ എന്ത് കാര്യം ഇന്നത്തെ ദിവസം ചെയ്താലും അത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം ചെയ്യുക. ഇന്നൊരു ഡോക്യുമെന്റ് നിങ്ങൾ ഒപ്പിടുന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഒപ്പിടണം എന്നുള്ളതാണ്. 6 ഓഫ് കപ്പിന്റെ എനർജിയാണ്. നിങ്ങളുടെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജി, അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ താമസിച്ചിരുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരുന്ന സ്കൂളിലോ കോളേജിലോ ഒക്കെ പോവുകയോ, അല്ലെങ്കിൽ അവിടെ ഉള്ള നിങ്ങളുടെ കൂടെ പണ്ട് പഠിച്ചിരുന്ന കുട്ടികളെ നിങ്ങൾ മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന ആരെയോ ഏതോ ഒരു വ്യക്തിയെ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ പഠിച്ചതോ നിങ്ങളുടെ ഏറ്റവും ഡീപ്പായിട്ടുള്ള ഒരു സുഹൃത്തിനെയോ നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്തു കൊടുക്കുന്നതാണ്. പാസ്റ്റിൽ വളരെ കുഞ്ഞായിരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന, നിങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന എന്തോ ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾക്കായിട്ടൊരു ഗിഫ്റ്റ് പോലെ കൊടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ തന്നെ പ്രണയിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇതിൽ ഒരു അനുഗ്രഹമുള്ള ഒരു പ്രണയം, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇത് ഇപ്പം നമ്മളെ തന്നെ പ്രണയിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇന്ന് നിങ്ങൾക്ക് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൂടുതലും ഒരു പാസ്റ്റിൽ നിന്ന് വന്നത്, നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നതോ അല്ലെങ്കിൽ
ഈ ഒരു സമയം നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നോ ആയ ഒരു വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട്. 5 ഓഫ് കപ്പിന്റെ എനർജിയാണ്. ചില ആൾക്കാർ നമ്മുടെ കയ്യിലുള്ള കാര്യം നമുക്കിപ്പം നമ്മളിലുണ്ട്, അത് നമ്മൾ കാണാതെ നമുക്ക് ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അത് നിങ്ങളൊന്ന് മാറ്റി വയ്ക്കുക. നമ്മൾ പ്രസന്റിൽ നമ്മൾ എന്താണുള്ളത് അതിൽ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളിലുള്ള ഇതിനേക്കാളും വലിയ കാര്യമല്ല നമ്മൾ ഈ പ്രതീക്ഷിക്കുന്നത്. അപ്പം നമ്മളിലുള്ള കാര്യത്തിൽ നമ്മൾ കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കുക. ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വറി ചെയ്യരുത് എന്നുള്ളതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. അപ്പോൾ നിങ്ങൾക്ക് ഹിഡൻ ആയിട്ടുള്ള ബ്ലെസ്സിങ്സ്, നിങ്ങൾക്ക് അങ്ങനത്തെ ആ ഒരു ബ്ലെസ്സിങ്സിൽ നിങ്ങൾ അത് ഒന്ന് ആലോചിക്കാൻ, അത് കണ്ടെത്താനാണ്. നിങ്ങൾക്ക് ആൾറെഡി ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്, അത് കണ്ടെത്താതെ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട എന്നുള്ളതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക്. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ഇന്നത്തെ ദിവസം ദൈവം അനുഗ്രഹിക്കട്ടെ. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. താങ്ക്.